ഹായ് ദർ, hope you all are fine. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ ആണ്. ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. വെൽക്കം ടു എ ന്യൂ ക്ലാസ്. വെൽക്കം ടു ഷിയാബ്സ് വ്ലോഗ്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. Once again, I welcome you to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഇവിടെ പ്രയോഗം എങ്ങനെയെന്നുള്ളതാണ്. ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇപ്പൊ ഗ്രാമാറ്റിക്കലി നമുക്ക് അതിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പൊ അത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കണം. ആൻഡ് ആക്ഷൻ സ്റ്റാർട്ടഡ് സംവെയർ ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. പാസ്റ്റിലെ ഒരു സമയത്ത് ഒരു ആക്ഷൻ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഐ യു ദേ വി ഒക്കെ വരുമ്പോൾ ഹാവ് ബീൻ ആണ് ഉപയോഗിക്കുക. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. ഐ ഹാവ് ബീൻ. സോ സംസാരത്തിലേക്ക് അത് വരുമ്പോൾ ഹാവ് ബീൻ എന്നാ പറയുക. ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. 5 വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 5 വർഷം മുമ്പ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, പാസ്റ്റിൽ തുടങ്ങി, ഇപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്, ഇപ്പോഴും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. ഞാൻ 5 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുകയാണ് എന്നാണ്. ദെൻ അനദർ എക്സാമ്പിൾ, ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 2 hours. 2 മണിക്കൂർ അവർ പ്ലേ ചെയ്യാൻ, അവർ കളിച്ചുകൊണ്ടിരിക്കാൻ. ദാറ്റ് മീൻസ് 2 മണിക്കൂർ മുമ്പ് കളി തുടങ്ങി, ഇപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ് ആക്ഷൻ. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 2 hours. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു ആക്ഷൻ ആ മൊമെന്റിൽ നടക്കുന്നതിന് പറയുമ്പോൾ ദേ ആർ പ്ലേയിങ് എന്ന് പറയാം. അവിടെ നമ്മൾ സമയദൈർഘ്യം പറയുന്നില്ല. ഇനി നമ്മൾ സമയദൈർഘ്യം ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോഴാണ് ദേ ഹാവ് ബീൻ പറയാം. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ 2 hours. അവർ 2 മണിക്കൂറായി കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദെൻ അനദർ എക്സാമ്പിൾ, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദം സിൻസ് 10 AM. 10 മണി മുതൽ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി എന്നാണ് ആശയം. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദം സിൻസ് 10 AM. 10 മണി മുതൽ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട 2 യൂസുകളുണ്ട്. ഒന്ന് സിൻസ് ആൻഡ് ഫോർ. എക്സാക്ട് ടൈം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. സിൻസ് 10 AM, സിൻസ് 2010. ഇപ്പോ ഐ ഹാവ് ബീൻ അല്ലെങ്കിൽ ദേ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2010. 2010 മുതൽ ദേ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. അവരുടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ, വെൻ യു ഫോം എനി ക്വസ്റ്റ്യൻ ഫ്രം ദ സെയിം സെന്റൻസ്, യു ഹാവ് ടു യൂസ് ദ ഹാവ് ഫസ്റ്റ്. ഒരു ഓക്സിലറി ഹാവ് ആണ്, ഹാവിന് ഫസ്റ്റ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. 5 വർഷമായി നീ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ദാറ്റ് മീൻസ് 5 വർഷമായോ നീ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടെന്നാണ് ആശയം. ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. Then have they been playing for 2 hours? 2 മണിക്കൂറായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? Have they been playing for 2 hours? Then another example, have they been using this vehicle since 2025? അവർ 2025 മുതൽ അവർ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ? Or we can say, have they been using this vehicle since 2015? 2015 മുതൽ അവർ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഹാവ് ഫസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഹാവ് ദേ ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ലോങ്. കുറെ നാളായി അവരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ ഹാവ് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ കുറെ കാലമായി ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊരാശയമാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് നെഗറ്റീവും സാധ്യമാണ്. നെഗറ്റീവ് നമുക്ക് അധികം സംസാരത്തിൽ അങ്ങനെ വരാറില്ലെങ്കിൽ പോലും, പക്ഷെ അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോ ഐ ഹാവൻ ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. 5 വർഷം ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ദേ ഹാവൻ ബീൻ പ്ലേയിങ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ദാറ്റ് മീൻസ് 2 മണിക്കൂർ ദൈർഘ്യത്തോളം അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നാണ്. അധികം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരില്ലെങ്കിൽ നമ്മൾ ആ സെന്റൻസ് സ്ട്രക്ചർ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ആൻഡ് ഇനി ഇതിൽ നെഗറ്റീവ് ക്വസ്റ്റ്യനും സാധ്യമാണ്. ഇപ്പോ ഹാവിൻറ്റ് യു ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. 5 വർഷമായി നീ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ കുറെ കാലമായി ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ്. അപ്പോൾ ഹാവിൻറ്റ് യു ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. ഹാവൻറ്റ് ദേ ബീൻ പ്ലേയിങ് ഫോർ 2 hours. അവർ 2 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? ദെൻ ഹാവൻറ്റ് ദേ ബീൻ യൂസിങ് ദാറ്റ് വെഹിക്കിൾ സിൻസ് 2015. 2015 മുതൽ അവർ ആ വാഹനം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? അപ്പോൾ ഒരു പ്രവർത്തനം
കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? haven't ഫസ്റ്റ് ഉപയോഗിക്കാം. haven't they been, haven't you been searching for a job for long, നീ കുറെ കാലമായി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ എന്നാണ് അവിടെ ആശയം വരുന്നത്. ഓക്കെ, ഇതിന്റെ WH നമ്മൾ മനസ്സിലാക്കണം. അത് അധികം യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ WH വിനോദ WH ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, WH ഓക്സിലറി സബ്ജക്ട് അങ്ങനെയാണ്. അപ്പൊ ഇവിടെയും സെന്റൻസ് അങ്ങനെ തന്നെയാണ് വരാം. അപ്പോൾ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, നീ എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹൗ ലോങ് ആദ്യം യൂസ് ചെയ്യുക, ദെൻ ഓക്സിലറി ഹൗ ലോങ്, ദെൻ ഹാവ്, ദെൻ സബ്ജക്ട് യു. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ, നീ എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൗ ലോങ് ഹാവ് ദേ ബീൻ പ്ലേയിങ്, അവർ എത്ര നേരമായി കളിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര സമയമായി അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് എത്ര സമയം മുതൽ അവർ കളിക്കാൻ തുടങ്ങി എന്നാണ്. ഹൗ ലോങ് ഹാവ് ദേ ബീൻ പ്ലേയിങ്. ദെൻ ഹൗ ലോങ് ഹാവ് ദേ ബീൻ യൂസിങ് ദിസ് വെഹിക്കിൾ, അവർ എത്ര കാലമായി ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ ഹൗ ലോങ് ഹാവ് യു ബീൻ സെർച്ചിങ് ഫോർ എ ജോബ്, നീ എത്ര നാളായി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റഡിങ് ഹിയർ, നീ എത്ര കാലമായി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമയം നമ്മളോട് മനസ്സിലാക്കണം. സമയം എത്ര നാളായി, എത്ര സമയമായി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹൗ ലോങ് ആണ് ഉപയോഗിക്കുക എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമുക്ക് സിംഗുലർ സബ്ജക്ട് വരുമ്പോൾ ഹാസ് ബീൻ ആണ് വരാം. സിംഗുലർ സബ്ജക്ട് വരുമ്പോൾ ഹാസ് ബീൻ. സിംഗുലർ സബ്ജക്ട് നമുക്കറിയാം ഹി, ഷീ, ദാറ്റ്, ദിസ്, ഇറ്റ്, ഇതൊക്കെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവ ഫസ്റ്റ് വരുമ്പോൾ ഒരു പ്രവർത്തനം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സമയമായിട്ട് കുറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹാസ് ബീൻ ആണ് ഉപയോഗിക്കുക. ആസ് എൻ എക്സാമ്പിൾ, ഹി ഹാസ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഫോർ 2 years, 2 വർഷമായി അവൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് 2 വർഷം മുമ്പ് ജോലി അന്വേഷിക്കാൻ തുടങ്ങി, ഇപ്പോഴും അന്വേഷിക്കാനാണ്. ഹി ഹാസ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ്, ഓർ ഹി ഹാസ് ബീൻ ലുക്കിംഗ് ഫോർ എ ജോബ് ഫോർ 2 years. Then another example, it has been raining, it's been raining here for 2 days. 2 ദിവസമായി ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് 2 ദിവസം മുമ്പ് മഴ പെയ്യാൻ തുടങ്ങി, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇറ്റ് ഹാസ് ബീൻ, ഓർ ഇറ്റ്സ് ബീൻ റെയിനിങ് ഹിയർ ഫോർ 2 days. 2 ദിവസമായി ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. Another example, my father has been taking this medicine for 3 months. എൻ്റെ ഫാദർ 3 മാസമായിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ ഫാദർ ഹാസ് ബീൻ ടേക്കിംഗ് ദിസ് മെഡിസിൻ ഫോർ 3 months. എൻ്റെ ഫാദർ 3 മാസക്കാലമായിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ദെൻ വെൻ യു മേക്ക് ക്വസ്റ്റ്യൻ ഫ്രം ദ സെന്റൻസ് യു ഹാവ് ടു യൂസ് ഹാസ് ഫസ്റ്റ്. അപ്പൊ ഇവിടെ ഓക്സിലറി ഹാസ് ആണ്. ഹാസിന് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഹാസ് he been looking for a job for 2 years, 2 വർഷമായി അവൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ. ദെൻ has it been raining here since morning, ഇവിടെ രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ. has it been raining here since morning. Then has your father been abroad since 2010, 2010 മുതൽ നിന്റെ ഫാദർ വിദേശത്താണോ. has your father been, that means has your father been working ആവാം, has your father been staying ആവാം. അവിടെ ഒരു പ്രവർത്തനം ഉണ്ട്, പക്ഷേ ചിലപ്പം പ്രവർത്തനം യൂസ് ചെയ്തോളുന്നില്ല. ആ സാഹചര്യം നമുക്ക് വ്യക്തമായിരിക്കും. ഓക്കെ, അപ്പോൾ ഹാസ് യുവർ ഫാദർ ബീൻ അബ്രോഡ് സിൻസ് 2010, അപ്പൊ 2010 മുതൽ നിന്റെ ഫാദർ വിദേശത്താണോ. ഈ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമുക്ക് പറയാം ഹാസ് എന്ന ഓക്സിലറി ആവുമ്പോൾ ഹാസിൻ ആവും. അപ്പോൾ ഹി ഹാസൻ ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഫോർ 2 years, 2 വർഷമായി അവൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇറ്റ് ഹാസൻ ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയല്ല. ദെൻ മൈ ഫാദർ ഹാസൻ ബീൻ അബ്രോഡ് സിൻസ് 2010, 2010 മുതൽ എൻ്റെ ഫാദർ വിദേശത്തല്ല. ദാറ്റ് മീൻസ് അത്ര കാലമായിട്ട് എൻ്റെ ഫാദർ വിദേശത്ത് അല്ല എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആ നെഗറ്റീവ് ഓക്സിലറി ഫസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഹാസൻറ്റ് ഹി ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഫോർ 2 years, അവൻ 2 വർഷക്കാലമായി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഹാസൻറ്റ് ഹി ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഫോർ 2 years. ദെൻ ഹാസൻറ്റ് ഇറ്റ്സ് ബീൻ റെയിനിങ് ഹിയർ സിൻസ് മോർണിംഗ്, ഇവിടെ രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഹാസൻറ്റ് യുവർ ഫാദർ ബീൻ അബ്രോഡ് സിൻസ് 2010, 2010 മുതൽ നിന്റെ ഫാദർ വിദേശത്തല്ലേ. അപ്പോൾ അങ്ങനെ കാലങ്ങളായിട്ട് അങ്ങനെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ എന്നാണ് എന്ത് ചെയ്യുക നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ വരുന്നത്. WH ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. WH ക്വസ്റ്റ്യൻ അധികവും എന്ത് ചെയ്യുന്നത് സംസാരത്തിലും റിട്ടണിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഹൗ ലോങ് ഹാസ് ഹി ബീൻ സെർച്ചിങ് ഫോർ എ ജോബ്, അവൻ എത്ര കാലമായി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ WH ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. WH ഓക്സിലറി സബ്ജക്ട്. അപ്പോൾ ഹൗ ലോങ് ഹാസ് ഹി ബീൻ സെർച്ചിങ് ഫോർ എ ജോബ്. Then how long has it been raining here, ഇവിടെ എത്ര നേരമായി, അല്ലെ that means എത്ര സമയമായി ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. How long has it been raining here. Then how long has your father been abroad, നിന്റെ ഫാദർ എത്ര കാലമായി വിദേശത്ത്. Then
ഹൗ ലോങ് ഹാസ് ദാറ്റ് മെഷീൻ ബീൻ വർക്കിംഗ്, എത്ര നേരമായി ആ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മെഷീൻ ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 2 hours. ആ മെഷീൻ 2 മണിക്കൂറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാസ് ബീൻ എന്നുള്ളതിന്റെ WH ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കണം. സംസാരത്തിലൊക്കെ നമുക്ക് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരാളെ നമ്മളൊരു ഓഫീസിൽ കണ്ടുമുട്ടി, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താ പേരൊക്കെ ചോദിച്ചതിന് ശേഷം ചോദിക്കണം, നീ ഇവിടെ എത്ര കാലമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ എന്നാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ, നീ എത്ര കാലമായി ഇവിടെ. ദാറ്റ് മീൻസ് ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ മീൻ നീ എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദ ആൻസർ വിൽ ബി ഐ ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 7 years. 7 വർഷക്കാലമായി ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഐ ഹാവ് ബീൻ, അതിന് നമുക്ക് എങ്ങനെ പറയാം, ഹാവ് ബീൻ ഹിയർ ഫോർ 7 years എന്ന് പറയാം. അപ്പൊ ആ വർക്കിംഗ് എന്നുള്ളത് എന്താണ് അവിടെ വ്യക്തമാണ് എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടില്ല, വെർബ് ഫോം ഉപയോഗിച്ചു കൊള്ളണം എന്നില്ല. ഓക്കെ, നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അത് യൂസ് ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആക്ഷൻ അല്ലെ, സ്റ്റാർട്ടഡ് സംവെയർ ഡൂയിങ് ഇൻ ദ പാസ്റ്റിൽ എപ്പോഴോ ചെയ്തു തുടങ്ങി, സ്റ്റിൽ കണ്ടിന്യൂ, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുക, ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് മൊബൈൽ ഫോൺ സിൻസ് 2017. 2017 മുതൽ ഞാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 2017 വാങ്ങി, അപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് മൊബൈൽ ഫോൺ സിൻസ് 2017. ഇനി സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഹാസ് ബീൻ ആവും വരാം. ഓക്കെ, ആൻഡ് ഹി ഹാസ് ബീൻ ഇൻ ലണ്ടൻ ഓർ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ലണ്ടൻ സിൻസ് 2019. 2019 മുതൽ അവൻ ലണ്ടനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ലണ്ടൻ സിൻസ് 2019. ഓക്കെ, സോ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആശയങ്ങളാണിത്. ഓക്കെ, ഒരുപാട് നമുക്കത് ഉപയോഗത്തിൽ വരും. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.